നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ. ഉയർന്ന വൈദ്യുതി ബില്ലിൽ ഇളവ് പ്രഖ്യാപിച്ച സർക്കാർ. അധിക ബിൽ തുകയുടെ നിശ്ചിത ശതമാനം എല്ലാ വിഭാഗങ്ങൾക്കും സബ്സിഡി നൽകും. വൈദ്യുത ബില്ലിലെ പരാതികൾ പരിശോധിക്കാനും പിഴവുകൾ തിരുത്താനും നിർദ്ദേശിച്ചു. ബില്ല് അടച്ചില്ലെങ്കിലും വൈദ്യുതി വിച്ഛേദിക്കില്ല. ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം കൂടാറുണ്ടെന്നും മുഖ്യമന്ത്രി. 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന 500 വാട്ടിൽ താഴെ കണക്റ്റഡ് ലോഡുള്ളവർക്ക് വൈദ്യുതി സൗജന്യമാണ്. ഈ വിഭാഗത്തിന് ഇപ്പോൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് കണക്കിലെടുക്കാതെ തന്നെ സൗജന്യം അനുവദിക്കും. പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന 1000 വാട്ടിൽ താഴെ കണക്റ്റഡ് ലോഡുള്ളവർക്ക് യൂണിറ്റിന് ₹1.50 നിരക്ക്. ഈ വിഭാഗത്തിൽപ്പെട്ട ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ഉണ്ടായ ഉപഭോഗം എത്ര യൂണിറ്റ് ആയാലും ₹1.50 എന്ന നിരക്കിൽ തന്നെ ബില്ല് കണക്കാക്കും. പ്രതിമാസം 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇത്തവണ അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുക വർധനവിൻ്റെ പകുതി സബ്സിഡി നൽകും. പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇത്തവണ അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുകയുടെ വർധനവിൻ്റെ 30% സബ്സിഡി അനുവദിക്കും. പ്രതിമാസം 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുകയുടെ വർധനവിൻ്റെ 25% സബ്സിഡി. വൈദ്യുതി ബില്ലിലെ അവ്യക്തത നീക്കാൻ മിനി സോഫ്റ്റ്വെയർ അവതരിപ്പിച്ച് KSEB. ഉപഭോഗം മനസ്സിലാക്കി ശേഷം ബിൽ തുക എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാകുന്ന സോഫ്റ്റ്വെയറാണ് പുറത്തിറക്കിയത്. ന്യൂസ് 18 പ്രത്യേക ചർച്ചയിലാണ് KSEB ചെയർമാൻ NS പിള്ളയുടെ സോഫ്റ്റ്വെയർ പ്രഖ്യാപനം. പ്രവാസികളുടെ കോവിഡ് പരിശോധനയ്ക്ക് കിറ്റ് ഇല്ലാത്ത രാജ്യങ്ങളിൽ സംസ്ഥാനം കിറ്റ് ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി. അതത് രാജ്യങ്ങളുടെ അനുമതി ലഭിച്ചാൽ കിറ്റ് സംസ്ഥാനം നേരിട്ട് ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. റാപ്പിഡ് ടെസ്റ്റിന് സൗകര്യമില്ലാത്തതോ അതിന് പ്രയാസം നേരിടുന്നതോ ആയ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളുടെ കോവിഡ് പരിശോധനയ്ക്ക് ആവശ്യമായ ട്രൂനാറ്റ് ടെസ്റ്റ് കിറ്റ് കേരള സർക്കാർ ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എയർലൈൻ കമ്പനികളുടെ സഹകരണവും ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെ അനുവാദവും ഇതിന് ആവശ്യമുണ്ട്. പ്രവാസികളെ സർക്കാർ ഗുരുതര പ്രതിസന്ധിയിലാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ശ്രമം. പിറന്ന നാട്ടിലേക്ക് തിരികെ വരിക എന്നത് എല്ലാവരുടെയും അവകാശമാണ്. ഇതാണ് സർക്കാർ നിഷേധിക്കുന്നത്. മുഖ്യമന്ത്രിയുടേത് വിചിത്രമായ വാദങ്ങളും മനുഷ്യത്വരഹിതമായ നടപടികളുമാണെന്നും ചെന്നിത്തല. കോവിഡ് പരിശോധന ആവശ്യപ്പെടുന്നത് ഗൾഫിലുള്ളവരോട് മാത്രം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരോട് എന്തുകൊണ്ട് ഈ നിബന്ധന വയ്ക്കുന്നില്ലെന്നും ചെന്നിത്തല. രോഗമുള്ളവരെ കൊണ്ടുവരാൻ പ്രത്യേക വിമാനം പ്രായോഗികമല്ല. ഇതറിയാമായിരുന്നിട്ടും മുഖ്യമന്ത്രി മറച്ചുവെച്ച് സംസാരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് ഇന്ന് 97 പേർക്ക് കോവിഡ്. പാലക്കാട് 14 പേർക്കും കൊല്ലത്ത് 13 പേർക്കും രോഗബാധ. കോട്ടയത്തും പത്തനംതിട്ടയിലും 11 പേർക്ക് വീതം സ്ഥിരീകരണം. ആലപ്പുഴ 9, എറണാകുളം, തൃശൂർ, ഇടുക്കി 6 വീതം, തിരുവനന്തപുരം, കോഴിക്കോട് 5 വീതം, മലപ്പുറം, കണ്ണൂർ 4 വീതം, കാസർഗോഡ് 3 എന്നിങ്ങനെയാണ് ഇന്നത്തെ മറ്റ് കേസുകൾ. 97 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗമുക്തി നേടിയത് 89 പേരാണ്. പാലക്കാട് 14, കൊല്ലം 13, കോട്ടയം 11, പത്തനംതിട്ട 11, ആലപ്പുഴ 9, എറണാകുളം, തൃശൂർ, ഇടുക്കി 6 വീതം, തിരുവനന്തപുരം, കോഴിക്കോട് 5 വീതം,
മലപ്പുറം, കണ്ണൂർ 4 വീതം, കാസർഗോഡ് 3. രോഗം സ്ഥിരീകരിച്ചവരിൽ 65 പേർ വിദേശത്തു നിന്ന് വന്നവർ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 29 പേർക്കും രോഗബാധ. സമ്പർക്കം വഴി 3 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധിച്ചതെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് 89 പേർക്ക് രോഗം ഭേദമായി. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 108 ആയെന്നും മുഖ്യമന്ത്രി. നമ്മുടെ ആകെ ജാഗ്രത കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എനിക്കിതൊന്നും ബാധകമല്ല എന്ന മട്ടിലാണ് പലരും നീങ്ങുന്നത്. റോഡുകളും കമ്പോളങ്ങളും പതിവ് നിലയിൽ തിരക്കേറുകയാണ്. ശാരീരിക അകലം പലയിടത്തും പാലിക്കുന്നില്ല. പൊതുവായി ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ സാനിറ്റൈസർ, സോപ്പ് ഉപയോഗം കുറയുന്നു. ഇത് സംസ്ഥാനത്താകെയുള്ള കാഴ്ചയായി മാറുന്നു. ശക്തമായ ഇടപെടൽ വേണ്ടതുണ്ട് എന്നാണ് തീരുമാനിച്ചത്. സർക്കാർ ഓഫീസുകളിൽ വീണ്ടും നിയന്ത്രണം. സർക്കാർ ഓഫീസുകളിൽ പകുതി ആളുകൾ മാത്രമേ ഒരു സമയം ആവശ്യമുള്ളൂ. പകുതി ആളുകൾ വീടുകളിൽ നിന്ന് ജോലി ചെയ്യുന്നത് തുടരണം. യോഗങ്ങളെല്ലാം ഓൺലൈനിലാക്കണം. അയൽ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ തന്നെ ഉണ്ടായ മരണം പാഠമാകണമെന്നും മുഖ്യമന്ത്രി. സർക്കാർ ഓഫീസുകൾ ഏതായാലും ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അവയുടെ പ്രവർത്തനം നിലച്ചു പോകരുത്. പകുതി ആളുകൾ മാത്രമേ ഒരു സമയം ഓഫീസിൽ ഉണ്ടാകേണ്ടതുള്ളൂ. വീടുകളിൽ നിന്ന് ജോലി ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ തുടരുക തന്നെ വേണം. സാധാരണ നടപടിക്രമമനുസരിച്ച് ധാരാളം മീറ്റിങ്ങുകൾ ആവശ്യമായി വരും. ഓഫീസ് മീറ്റിങ്ങുകൾ ഓൺലൈനിലാക്കണം. മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. രോഗിയുടെ വീടും ചുറ്റുപാടും മാത്രം കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തും. ക്വാറന്റൈൻ ലംഘനം കണ്ടെത്താൻ പോലീസ് പരിശോധന നടത്തും. പോലീസുകാരുടെ ആരോഗ്യവും ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി. കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് എക്സൈസ് ഡ്രൈവർ മരിച്ചു. മരിച്ചത് പടിയൂർ സ്വദേശി 28-കാരനായ KP സുനിൽ. പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. രോഗം ബാധിച്ചത് എവിടെ നിന്നെന്ന് വ്യക്തമല്ല. സുനിലിന്റെ മരണത്തോട് മട്ടന്നൂർ എക്സൈസ് ഓഫീസിലെ 18 പേർ നിരീക്ഷണത്തിലായി. ഒരാഴ്ച മുൻപ് റിമാൻഡ് പ്രതിയെയും കൊണ്ട് സുനിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും തോട്ടടയിലെ നിരീക്ഷണ കേന്ദ്രത്തിലും പോയിരുന്നു. എന്നാൽ രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് വ്യക്തമായിട്ടില്ല. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 21ആയി. കണ്ണൂരിൽ 144 പ്രഖ്യാപിക്കുന്നതിന് പോലീസ് ജില്ലാ കളക്ടറോട് ശുപാർശ ചെയ്തെന്ന് SP യതീഷ് ചന്ദ്ര. നഗരത്തിലെ കണ്ടെയ്ൻമെന്റ് സോണിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. പ്രധാന ഇടങ്ങളിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം പോലീസ് ആരംഭിച്ചതായും യതീഷ് ചന്ദ്ര. 14-കാരന് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കണ്ണൂർ നഗരത്തിൽ നിയന്ത്രണം കർശനം. കോർപ്പറേഷനിലെ 51, 52, 53 ഡിവിഷനുകൾ പൂർണ്ണമായും അടച്ചിടും. ഇവിടെ നിലവിൽ 18ഓളം റോഡുകൾ പോലീസ് അടച്ചു. കണ്ണൂരിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന സൈനികൻ വാഹനാപകടത്തിൽ മരിച്ചത് മാവിലായി സ്വദേശി വൈശാഖ്. 25 വയസ്സായിരുന്നു. കൂടെ യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് അഭിഷേക് ബാബുവും മരിച്ചു. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രിയാണ്. എറണാകുളം കളമശ്ശേരി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് കോവിഡ്. 2 ദിവസം മുൻപ് വരെ ഇദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. സ്റ്റേഷനിൽ പകരം പോലീസുകാരെ നിയോഗിക്കും. കളമശ്ശേരിയിലെ പോലീസുകാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും നിരീക്ഷണത്തിലാക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. കോവിഡ് സ്ഥിരീകരിച്ച പോലീസുകാരനുമായി സമ്പർക്കമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി. 13 പേർക്ക് നേരിട്ട് സമ്പർക്കമുണ്ട്. എല്ലാ പോലീസുകാർക്കും ഫേസ് ഷീൽഡ് നൽകുമെന്നും മന്ത്രി. ബില്ലടച്ചില്ലെങ്കിലും ഫ്യൂസ് ഊരില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നത് ഇന്നലെ ഇക്കാര്യം KCB ചെയർമാൻ NS പിള്ള വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയം ഉന്നയിച്ച് ന്യൂസ് 18 നടത്തിയ പ്രത്യേക പ്രൈം ഡിബേറ്റിലായിരുന്നു KCB ചെയർമാന്റെ പ്രഖ്യാപനം. ബോർഡ് ഒരു നയപരമായ തീരുമാനമെടുത്തു. ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ തീരുന്നതുവരെ സാധാരണഗതിയിൽ അവലംബിക്കുന്ന ഡിസ്കണക്ഷൻ എന്ന പ്രോസസ് കംപ്ലീറ്റ്ലി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പണം അടച്ചില്ലെങ്കിൽ പോലും ഒരു ഉപഭോക്താവിനെയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പൈസ അടച്ചില്ല എന്ന കാരണത്താൽ ഡിസ്കണക്ട് ചെയ്യില്ല.
അതിർത്തി ലംഘിച്ച് കടന്നുകയറിയത് ചൈനയാണെന്ന് ഇന്ത്യ. ഏകപക്ഷീയമായി തൽസ്ഥിതി അട്ടിമറിക്കാൻ ചൈന ശ്രമിക്കുകയായിരുന്നുവെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ. ഇന്ത്യയുടെ പരമാധികാരത്തിൽ കടന്നുകയറാനാണ് ചൈന ശ്രമിച്ചതെന്നും വിദേശകാര്യ മന്ത്രാലയം. ചൈനീസ് അതിക്രമത്തിൽ ഇന്ത്യൻ സൈനികരെ കാണാതായിട്ടില്ലെന്ന് കരസേന. സൈനികരെ കാണാതായെന്ന അഭ്യൂഹങ്ങൾ സേന തള്ളി. ഗൽവാനിലെ ചൈനീസ് അവകാശവാദം അതിശയോക്തിപരമെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം നാളെ. ഇന്ത്യയെ കുറ്റപ്പെടുത്തി ചൈന. ഇന്ത്യയാണ് അതിർത്തി കടന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. സംഘർഷമുണ്ടാക്കിയതും ഇന്ത്യ തന്നെയാണെന്നും ചൈന. 20 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി. സൈനികരെ ആയുധമില്ലാതെ അയച്ചത് എന്തിനാണ്? നിരായുധരായ സൈനികരെ കൊല്ലാൻ ചൈനയ്ക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്നും രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത്. ഗാൽവാനിലുണ്ടായിരുന്ന സൈനികർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. കരാർ പ്രകാരമാണ് മുഖാമുഖം നിന്നപ്പോൾ ആയുധം ഉപയോഗിക്കാതിരുന്നതെന്നും ജയശങ്കർ. ഗൽവാനിൽ വീരമൃത്യു വരിച്ച ജവാന്മാർ ഇനി ധീരമായ ഓർമ്മ. ഹവീൽദാർ സുനിൽകുമാറിന്റെ മൃതദേഹം ബീഹാറിലെ ബീത്തയിൽ സംസ്കരിച്ചു. കേണൽ സന്തോഷ് ബാബുവും ധീരസ്മരണയായി തെലങ്കാനയിലെ സൂര്യപേട്ടിൽ മൃതദേഹം സംസ്കരിച്ചു. ലഡാക്കിലെ സ്ഥിതി ഗുരുതരമെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി. ചൈനയുമായുള്ള വിഷയത്തിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ചർച്ചയിൽ ഉൾപ്പെടുത്തണം. ദേശീയ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനങ്ങളാണ് സർക്കാർ എടുക്കേണ്ടതെന്നും പ്രണബ് മുഖർജി. ചൈനയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി പസഫിക് സമുദ്രത്തിൽ അമേരിക്കയുടെ സേനാ വിന്യാസം. ഒരേസമയം 3 വിമാനവാഹിനി കപ്പലുകൾ അമേരിക്ക ചൈനയ്ക്കെതിരെ വിന്യസിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഓരോ കപ്പലിലും 60-ലേറെ വിമാനങ്ങൾ, യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും US വിന്യസിച്ചതായും റിപ്പോർട്ടുകൾ. പ്രതിസന്ധികളെ ഇന്ത്യ അവസരമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്ത് ഇന്ത്യ സ്വയം പര്യാപ്തമായി മാറും. ഇറക്കുമതി കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും കൽക്കരി ഖനനം ലേലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മവിശ്വാസത്തോടെ നിൽക്കണമെന്ന് കോവിഡ് പഠിപ്പിച്ചുവെന്നും നരേന്ദ്രമോദി. കൽക്കരി ഖനി ലേലം ചരിത്രത്തിലെ വലിയ കുതിപ്പ്. ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ വൻതോതിൽ കുറയ്ക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള നേപ്പാളിന്റെ പുതിയ ഭൂപടത്തിന് നേപ്പാൾ ഉപരിസഭയുടെ അംഗീകാരം നൽകിയത് പുതിയ ഭൂപട ഭേദഗതി ബില്ല് വോട്ടിനിട്ട്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായ കാലാപാനി, ലിപുലേഖ്, ലിംപിയാദുരൈ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയതാണ് പുതിയ ഭൂപടം. UN രക്ഷാസമിതിയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യ. 193 അംഗ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യക്ക് 184 വോട്ടുകൾ. 2021-22 വർഷത്തേക്കാണ് അംഗത്വം. ഇന്ത്യക്ക് രക്ഷാസമിതിയിൽ അംഗത്വം ലഭിക്കുന്നത് 8ാം തവണയാണ്. അയർലൻഡ്, മെക്സിക്കോ, നോർവേ എന്നീ രാജ്യങ്ങൾക്കും അംഗത്വം. UN രക്ഷാസമിതിയിൽ ആകെയുള്ളത് 15 അംഗങ്ങൾ. ഇതിൽ 5 രാജ്യങ്ങൾക്കും സ്ഥിരാംഗത്വം. UN രക്ഷാസമിതിയിലെ അംഗത്വം ഇന്ത്യക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് പ്രധാനമന്ത്രി. ആഗോള സമൂഹം ഇന്ത്യക്ക് മികച്ച പിന്തുണ നൽകി. മറ്റംഗങ്ങളുമായി ചേർന്ന് സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി രാജ്യം പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി. UN രക്ഷാസമിതി അംഗത്വത്തിൽ ഇന്ത്യയെ അഭിനന്ദിച്ച് അമേരിക്ക. രക്ഷാസമിതിയിലേക്ക് വിജയകരമായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിനന്ദിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. അന്താരാഷ്ട്ര സമാധാനത്തിനായി ഇന്ത്യയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സന്തോഷകരമെന്നും അമേരിക്ക. അതിഥി തൊഴിലാളികൾക്കായി 50,000 കോടി രൂപയുടെ പദ്ധതി പരിഗണനയിലുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 6 സംസ്ഥാനങ്ങളിലെ 116 ജില്ലകളിലേക്ക് മടങ്ങിയെത്തിയവർക്ക് ഉചിതമായ ജീവിത സാഹചര്യങ്ങൾ സർക്കാർ ഒരുക്കും. പാവങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഗരീബ് കല്യാൺ അഭിയാന് പ്രധാനമന്ത്രി ശനിയാഴ്ച തുടക്കമിടുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി ഉത്തരവിറക്കിയത് റവന്യൂ വകുപ്പ്. ഏറ്റെടുക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ. തുടർ നടപടിക്ക് കോട്ടയം ജില്ലാ കലക്ടർക്ക് ചുമതല.
ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിന് പിന്നിൽ വൻ സാമ്പത്തിക അഴിമതിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ്. പിന്നെന്തിനാണ് സർക്കാർ പണം കൊടുത്ത് ഏറ്റെടുക്കുന്നതെന്നും സുരേന്ദ്രൻ. ശബരിമല വിമാനത്താവളം വരുന്നതിൽ ബിജെപി എതിരല്ലെന്നും കെ സുരേന്ദ്രൻ. പക്ഷേ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി എല്ലാം ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ പലരും ഈ ആവശ്യവുമായി മുന്നോട്ട് വരുമെന്നും കെ സുരേന്ദ്രൻ. ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിയുടെ ഉടമസ്ഥതയിൽ അവകാശം ആവർത്തിച്ച് ബിലീവേഴ്സ് ചർച്ച്. തുടർ നടപടി സഭാ കൌൺസിൽ ചേർന്ന് തീരുമാനിക്കും. വിമാനത്താവളത്തിന് ബിലീവേഴ്സ് ചർച്ച് എതിരല്ലെന്നും സഭാ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളി. സംസ്ഥാനത്ത് കുട്ടികളുടെ ആത്മഹത്യ വർദ്ധിച്ചതായി മുഖ്യമന്ത്രി. ഇതിന്റെ കാരണങ്ങളും സാഹചര്യവും പഠിക്കുമെന്നും മുഖ്യമന്ത്രി. PSCക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. AKG സെന്ററിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് PSC നിയമനം നടത്തുന്നത്. ഇതിനാണെങ്കിൽ PSC ഇടിച്ചു നിരത്തുന്നതാണ് നല്ലത്. പാർട്ടിക്കാർക്ക് നിയമനം നൽകാൻ KSലും കൃത്രിമം നടക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയുള്ള സംവിധാനമായി PSC അധപതിക്കുന്നുവെന്നും ചെന്നിത്തല. പ്രവാസി വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാളെ ഉപവസിക്കും. രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഉപവാസം. മുഖ്യമന്ത്രിയും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും തർക്കം മാറ്റിവെച്ച് സംസാരിക്കാൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ. റാപ്പിഡ് ടെസ്റ്റ് വേണമെന്ന ആശയം പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത് നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. വന്ദേഭാരത് മിഷൻ നിർത്തിവെക്കുമെന്ന വി മുരളീധരന്റെ പ്രസ്താവന പ്രവാസികളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്നുവെന്നും മുനീർ. പ്രവാസി വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി BJP. കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സത്യാഗ്രഹം. അസുഖമുള്ളവരെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരണമെന്ന് സുരേന്ദ്രൻ. ആരും നാട്ടിലേക്ക് വരാതിരിക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണമെന്നും ആവശ്യം. കേരളത്തിലേക്ക് മടങ്ങാൻ പ്രവാസികൾക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം. കോഴിക്കോട് മാനാഞ്ചിറയിൽ റോഡ് ഉപരോധിച്ചു. ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം നേരിയ സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അഭിമന്യു വധക്കേസിലെ മുഖ്യപ്രതി സഹലിനെ റിമാൻഡ് ചെയ്തു. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കരുകുറ്റിയിലെ ഡിറ്റക്ഷൻ സെന്ററിൽ 2 ദിവസം കഴിയും. പരിശോധനാ ഫലം നെഗറ്റീവായാൽ ജയിലിലേക്ക് മാറ്റും. സഹൽ കീഴടങ്ങിയത് എറണാകുളം സെഷൻസ് കോടതിയിൽ. അഭിമന്യുവിനെ കുത്തിയത് സഹലായിരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3.5 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 12,884 പേർക്ക് കോവിഡ്. ഒരു ദിവസത്തിനിടെ 334 മരണം. ആകെ കോവിഡ് മരണം 12,237. ഡൽഹിയിൽ സ്ഥിതി കൂടുതൽ രൂക്ഷം. മരണം 2000 അടുക്കുന്നു. ഒറ്റ ദിവസം മാത്രം 67 മരണം. ഇതോടെ ആകെ മരണം 1904. സംസ്ഥാനത്ത് 2414 പോസിറ്റീവ് കേസുകൾ കൂടി. ഡൽഹി ആരോഗ്യമന്ത്രിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ശ്വാസമുട്ടലും കടുത്ത പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഫലം പോസിറ്റീവായത്. ആരോഗ്യവകുപ്പിന്റെ ചുമതല ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക്. മഹാരാഷ്ട്രയിൽ സ്ഥിതി ഗുരുതരമായി തുടരുന്നു. പുതിയതായി 3307 പേർക്ക് രോഗം. 24 മണിക്കൂറിനിടെ 114 പേരാണ് മരിച്ചത്. ഇതോടെ ആകെ മരണം 5651. ഗുജറാത്തിലും സ്ഥിതിയിൽ മാറ്റമില്ല. 27 പേർ കൂടി മരിച്ചു. ആകെ മരണസംഖ്യ 1561. രോഗികളുടെ എണ്ണം 24,577. തമിഴ്നാട്ടിൽ രോഗികളുടെ എണ്ണം 50,000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2174 പേർക്ക് കോവിഡ്. സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കോവിഡ് കണക്ക്. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 576. കോവിഡ്-19 വ്യാപനം തടയാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മാഹി. മാഹിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവിന് രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. അതിർത്തിയിൽ വാഹനങ്ങൾ കർശന പരിശോധന നടത്തിയ ശേഷമേ കടത്തിവിടുവെന്ന് പോലീസ്. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 84 ലക്ഷത്തിലേക്ക്. മരണസംഖ്യ 4.5 ലക്ഷം കടന്നു. തുടർച്ചയായ 2ാം ദിവസവും 1,40,000-ഓളം പേർക്ക് പുതിയതായി വൈറസ് ബാധ. അമേരിക്കയിൽ രോഗബാധിതർ 22.25 ലക്ഷം പിന്നിട്ടു. മരണം 1,20,000-ഓളം. രാജ്യം 1ാം ഘട്ട വൈറസ് വ്യാപനത്തെയാണ് നേരിടുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ. ആശങ്കാജനകമായ സ്ഥിതിയിൽ ബ്രസീലും. രോഗികളുടെ എണ്ണം 9.5 ലക്ഷം കടന്നു. മരണം 46,000 പിന്നിട്ടു.
ഹൈഡ്രോക്സിക്ലോറോക്വിൻ മരുന്ന് ഉപയോഗിച്ചുള്ള കോവിഡ് ചികിത്സ നിർത്തിവെച്ച് ലോകാരോഗ്യ സംഘടന. മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്ന് കോവിഡ് മരണങ്ങൾ ഒഴിവാക്കാൻ പര്യാപ്തമല്ലെന്ന് വിലയിരുത്തൽ. മരുന്നുകൊണ്ട് ഗുണമുണ്ടായില്ലെന്നും ലോകാരോഗ്യ സംഘടന. റഷ്യയിൽ രോഗികളുടെ എണ്ണം 5,53,000 കടന്നു. മരണസംഖ്യ 8,000-നടുത്ത്. ഇതുവരെ രോഗം മാറിയത് 3,05,000-ഓളം പേർക്ക്. സൗദിയിൽ 24 മണിക്കൂറിനിടെ 5,000-ഓളം പേർക്ക് കോവിഡ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പുതിയതായി കോവിഡ് ബാധിച്ചത് 4,919 പേർക്ക്. ജീവൻ നഷ്ടമായത് 39 പേർക്ക്. ആകെ രോഗികൾ 1,41,234 പേർ. കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഇറ്റലിയെ മറികടന്ന് പെറു. ഇറ്റലിയിൽ 2,37,000 രോഗികളുള്ളപ്പോൾ പെറുവിൽ രോഗം ബാധിച്ചത് 2,41,000 പേർക്ക്. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ പെറു 7ാം സ്ഥാനത്ത്. കോവിഡ് വ്യാപനത്തിൽ അടിപതറി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ബ്രസീലിനു പുറമെ ചിലി, പെറു, കൊളംബിയ, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളുടെ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നു. പെറുവിൽ രോഗബാധിതർ 3 ലക്ഷത്തിലേക്കും ചിലിയിൽ 2 ലക്ഷത്തിലേക്കും അടുക്കുന്നു. ദുബായിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. മരിച്ചത് കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി ലത്തീഫാണ്. 42 വയസ്സായിരുന്നു. ദുബായിൽ ടാക്സി ഡ്രൈവറായിരുന്നു. റിലയൻസ് ജിയോയിൽ സൗദിയിൽ നിന്ന് 11,367 കോടി രൂപയുടെ നിക്ഷേപം. ജിയോയുടെ 2.32% ഓഹരിക്കാണ് സൗദിയിലെ PIF സോവറിൻ വെൽത്ത് ഫണ്ട് മുതൽ മുടക്കിയത്. ഇതോടെ 9 ആഴ്ചയ്ക്കിടെ ജിയോയിലെത്തിയ നിക്ഷേപം 1,15,00,000 കവിഞ്ഞു. ഫേസ്ബുക്ക് ഉൾപ്പെടെ 11 കമ്പനികൾക്കായി 24.7% ഓഹരികളാണ് ലഭിക്കുക. ന്യൂനപക്ഷ ഓഹരികൾക്കായി ലോകത്തേതെങ്കിലും ഒരു കമ്പനിയിൽ നടക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണിത്. തുടർച്ചയായ 12ാം ദിവസവും ഇന്ധനവില കൊള്ള. പെട്രോൾ ലിറ്ററിന് 53 പൈസയും ഡീസലിന് 60 പൈസയും കൂട്ടി. 12 ദിവസം കൊണ്ട് പെട്രോളിന് കൂടിയത് 6 രൂപ 53 പൈസ, ഡീസലിന് 6 രൂപ 68 പൈസയും കൂടി. കോഴിക്കോട് ബസ് കെട്ടിവലിച്ച് ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധം. പ്രതിസന്ധിയിലായ ബസ് വ്യവസായത്തെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഡീസലിന് സബ്സിഡി ഏർപ്പെടുത്തുക, മിനിമം ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ഡീസൽ ചെലവ് കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാനുള്ള പണം പോലും കിട്ടുന്നില്ലെന്നാണ് ഉടമകൾ പറയുന്നത്. സെർവർ തകരാറിൽ പ്രതിഷേധിച്ച് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിട്ടു. സെർവർ തകരാറിലായതിനെ തുടർന്ന് രാവിലെ മുതൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. റേഷൻ കടകളിൽ സംഘർഷ സാധ്യത നിലനിന്നതായി വ്യാപാരികൾ. ഓൺലൈൻ ക്ലാസുകൾക്ക് സർക്കാർ സ്വീകരിച്ച മുന്നൊരുക്കങ്ങൾ തൃപ്തികരമെന്ന് ഹൈക്കോടതി. മുന്നൊരുക്കങ്ങളില്ലാതെ ക്ലാസ് നടത്തിയെന്ന് പരാതിപ്പെട്ട് നൽകിയ ഹർജികൾ തീർപ്പാക്കി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ഓൺലൈൻ ക്ലാസുകളുടെ സമയം പുനഃക്രമീകരിച്ചു. ക്ലാസുകൾ രാവിലെ 8 മുതൽ 12:30 വരെയായിരിക്കും. പ്രൊഫഷണൽ കോളേജുകളിൽ ഉൾപ്പെടെയാണ് തീരുമാനം. ഓൺലൈൻ പഠനത്തിന് QR കോഡ് സംവിധാനം ഒരുക്കി അടൂർ ഹോളി ഏഞ്ചൽസ് സ്കൂൾ. ഓരോ വിദ്യാർത്ഥിക്കും QR സംവിധാനമുള്ള ID കാർഡ് നൽകിയാണ് ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. നടൻ നീരജ് മാധവന്റെ പരാമർശത്തിൽ വിശദീകരണം തേടി ഫെഫ്ക. മലയാള സിനിമയിൽ മുളയിലെ നുള്ളുന്നവരുണ്ടെന്നായിരുന്നു പരാമർശം. ഫെഫ്ക വിശദീകരണം തേടിയത് താരസംഘടന അമ്മയോട്. മലയാള സിനിമയിലെ ഗൂഢസംഘം ആരെന്ന് വിശദീകരിക്കണം, അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ ഒപ്പം നിൽക്കുമെന്നും ഫെഫ്ക. സമൂഹമാധ്യമങ്ങളിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സർക്കാർ ഉചിതമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഹൈക്കോടതി. സാമൂഹിക ക്രമം നിലനിർത്തേണ്ട സുപ്രധാന ചുമതല സർക്കാരിനാണ്. നിലവിലുള്ള നിയമപ്രകാരം അപകീർത്തികരമായ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ സർക്കാരിന് നടപടിയെടുക്കാം. പോലീസ് ജാഗ്രത പാലിച്ചാൽ മതിയെന്നും കോടതി. കട്ടച്ചിറപ്പള്ളിയിൽ സംഘർഷം സൃഷ്ടിച്ച യാക്കോബായ വിഭാഗക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. 3 വികാരിമാർ ഉൾപ്പെടെ 11 പേർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി നിർദ്ദേശം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്ന ഇവർക്ക് 2 ആൾ ജാമ്യവും 50,000 രൂപയും കെട്ടിവെച്ചാൽ അന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നും കോടതി. യുവതി ബാങ്ക് വാതിലിന്റെ ചില്ല് തകർന്ന് മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. ഗ്ലാസ് വാതിലുകൾ ചില്ലുഭിത്തി ആണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ചില്ലുകൾ സുതാര്യമാകരുത്. വാതിൽ തുറന്ന് കടക്കുകയാണെന്ന പ്രതീതിയും ഉണ്ടാകരുത്. ഗ്ലാസുകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി. എറണാകുളം ജില്ലയിലെ വ്യാപാര, വാണിജ്യ, ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചില്ലുഭിത്തികളുടെ ഗുണനിലവാരം ഉടമകൾ ഉറപ്പുവരുത്തണമെന്ന് കലക്ടർ S. സുഹാസ്.
ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഉത്തരവ്. സ്റ്റിക്കറോ അടയാളങ്ങളോ പതിപ്പിച്ച് ചില്ലുഭിത്തികൾ തിരിച്ചറിയിക്കണമെന്നും കലക്ടർ. ബാലാവകാശ കമ്മീഷനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. കമ്മീഷന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിയമനം നടത്തണമെന്നും സുധീരൻ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ പ്രൊഫസർ ആശ കിഷോർ തുടരും. നിയമനം 5 വർഷത്തേക്ക്. 2025 ഫെബ്രുവരിയിൽ വിരമിക്കുന്നതുവരെ പ്രൊഫസർ ആശ കിഷോറിന് ഡയറക്ടറായി തുടരാം. അപൂർവ സ്നേഹത്തിന്റെയും നന്മയുടെയും മാതൃകയായി കൊച്ചിയിലെ ഡോക്ടർ മേരി അനിത. കോവിഡ് ബാധിച്ച മാതാപിതാക്കളുടെ 6 മാസം പ്രായമായ കുഞ്ഞിന്റെ ശുശ്രൂഷ ചുമതല ഡോക്ടർ ഏറ്റെടുത്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഒരു മുറിയിൽ ഒരുമിച്ചാണ് ഇരുവരും. ഇന്നു മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് പ്രവേശനമില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവേശനം തടഞ്ഞത് ഈ മാസം 30 വരെ. പൂജകൾക്ക് മുടക്കമില്ലാതെ നടക്കുമെന്ന് ദേവസ്വം ബോർഡ്. 2 വർഷം മുമ്പ് നടത്തിയ വാട്സ്ആപ്പ് ഹർത്താലിന്റെ മറവിൽ കട കൊള്ളയടിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. കസ്റ്റഡിയിലായത് താനൂർ സ്വദേശി അൽ അമീൻ. ഇയാൾ പിടിയിലാവുന്നത് 2 വർഷം ഒളിവിൽ പോയ ശേഷം. സച്ചിൻ പവലിയൻ പൊളിച്ചതിൽ പങ്കില്ലെന്ന വിശദീകരണവുമായി ബ്ലാസ്റ്റേഴ്സ്. ISL സീസൺ 3 കഴിഞ്ഞപ്പോൾ തന്നെ അണ്ടർ-17 ഫിഫ ലോകകപ്പിനായി സ്റ്റേഡിയം കേരള ഫുട്ബോൾ അസോസിയേഷന് കൈമാറിയിരുന്നു. സ്റ്റേഡിയത്തിനകത്ത് മാറ്റങ്ങൾ വരുത്തിയതിൽ ക്ലബിന് ഉത്തരവാദിത്വമില്ല. വസ്തുക്കൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് JCDAയുമായി സംസാരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ക്ലബ് ഉടമ നിഖിൽ ഭരദ്വാജ്. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുന്നു. നമസ്കാരം.